ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാറുണ്ട്, ഞാൻ ട്രിപ്പ് പോകുന്ന സമയത്ത് വർക്ക് ചെയ്യാറുണ്ട്, ഞാൻ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ എല്ലാം എനിക്കെന്ന് വെച്ചാൽ അറിയില്ല, മൊബിലിറ്റിയാണ്. എൻ്റെ സിസ്റ്റം എടുത്ത് ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാം. ഇതൊരു അഡ്വാൻറ്റേജ് ആണോ ഐ ടി ഫീൽഡിലേക്ക് ഭയങ്കര വരുന്നവർക്ക്? അഡ്വാൻറ്റേജ്. പക്ഷേ അതിന് കളി അറിയണം. ഓക്കെ. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പലരും, എക്സ്പീരിയൻസ്ഡ് ആയ എക്സ്പീരിയൻസ് ആയി. ഞാൻ എൻ്റെ അടുത്ത് എല്ലാം ചോദിക്കാറുണ്ട്, വെറുതെ ഉറങ്ങുന്നതിന് പൈസ തരുമോ ചോദിച്ചു. കാരണം ഞാൻ എണീക്കുന്നത് 11 മണിക്കാണ്, വർക്ക് ചെയ്യാൻ ഇരിക്കുന്നത് 12:30 ആയിരിക്കും, 5 മണിയാകുമ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഇന്ന് 6 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പണി ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര മണിക്കൂർ. ഞാൻ അരമണിക്കൂറൊന്നും വർക്ക് ചെയ്യുന്നില്ല. സിസ്റ്റത്തിന് മുമ്പ് ഇരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ പറയാം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സിസ്റ്റം തുറന്ന ആപ്ലിക്കേഷൻ ഞാൻ എന്താണ് ചെയ്യുന്നത്, എക്സിക്യൂഷൻസ് അരമണിക്കൂർ പോലും ഇല്ല. കണക്ക് കൂട്ടണമെങ്കിൽ ചിലപ്പം 10-15 മിനിറ്റ് ഉണ്ടുള്ളൂ. അപ്പം നോക്കുവാണെങ്കിൽ എനിക്ക് അത്രയും സമയം വേണ്ടുള്ളൂ. പക്ഷേ അതേപോലെ ബാക്കിയുള്ളവർ കളിക്കാൻ നിന്നാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം ഞാൻ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ടാക്കിൾ ചെയ്യാനുള്ള മെത്തേഡ്സ് അറിയാം. പ്രോജക്റ്റ് മാനേജർ വന്നാലും എനിക്ക് ബ്ലെയിം ഇല്ലാതെ എനിക്ക് ഇറങ്ങിപ്പോകാൻ എനിക്ക് സുഖമായിട്ട് അറിയാം. അപ്പോൾ എന്നാലും അബിൻ എൻ്റെ കൂടെ ഒരു അബിൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, വർക്കില്ലേ, എൻ്റെ സിസ്റ്റർ എടുത്ത് കൈ കൊടുത്ത് അബിൻ്റെ അടുത്ത് പറഞ്ഞ് റൈറ്റ് സൈഡിൽ ഇരുന്നു, ഒന്ന് മൗസ് ഒന്ന് എനക്കി കൊടുത്താൽ പറഞ്ഞത്. അപ്പോൾ അബി ഇങ്ങനെ മൗസ് എനക്കി കൊടുത്തപ്പോൾ 1-2 മെസ്സേജ് വന്നപ്പോൾ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞത് പ്രോജക്റ്റ് മാനേജർ എന്നോട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ തൊട്ടടുത്ത കോള് എനിക്ക് മാനേജർ മെസ്സേജ് അയച്ചു. മെസ്സേജ് കാണാത്തതുകൊണ്ട് ഇന്ന് കോൾ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇമ്മൊരു മെസ്സേജ് ഞാൻ അയച്ചു. എന്നിട്ടാണ് ഞാൻ പിന്നെ പോയി അയച്ച മെസ്സേജ് നോക്കിയിട്ട് അബിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മെസ്സേജ് റീഡ് ചെയ്യും. എന്നിട്ട് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതിന് ശേഷം മറ്റൊരു ടീമിനെ ഇൻഫോം ചെയ്യും. ഇങ്ങനെ ചെയ്തപ്പോൾ അബിൻ്റെ അടുത്ത് അവൻ കുറച്ച് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത ആൾ ബ്രില്യൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അബിൻ്റെ അടുത്ത് ടാസ്ക് കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല, അബിനാ ചെയ്തതല്ല. ഞാൻ ചോദിച്ചു അബിൻ്റെ അടുത്ത് ചോദിച്ചു, അബിൻ പിസ്സ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അബിൻ്റെ അടുത്ത് ചോദിച്ചു അബിനെ പിസ്സ ഉണ്ടാക്കുന്ന പണി വേണോ ഈ പണി വേണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അബിൻ പറയാം ഞാൻ പിസ്സ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. കാരണം ആ ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സമയം 1 മാസമോ 2 ആഴ്ചയോ അങ്ങനെയൊക്കെയുള്ള സമയം അടിക്കും. എനിക്ക് വേണ്ടത് സെക്കൻഡ്സ് മാത്രമാണ്. ഞാൻ ചെയ്തത് എനിക്കറിയാം പ്രോബ്ലം എവിടെയുണ്ട്, എവിടെയൊക്കെ പോയാൽ കൊള്ളാം, എവിടെയൊക്കെ പോയാൽ ചെക്ക് ചെയ്യാനറിയാം. ഞാൻ ആ ചെക്ക് നടത്തിയത് എൻ്റെ ഇൻഫർമേഷൻ എൻ്റെ നോളജ് വെച്ചിട്ട് ഞാൻ ചെക്ക് നടത്തിയത് വളരെ നിസ്സാരമായ സമയം കൊണ്ട് ഞാൻ റൂട്ട് കോസും കണ്ടുപിടിച്ച് വേറെ തലയ്ക്ക് ഇട്ട് കൊടുത്തു.